കണ്ണൂർ കാങ്കോലിൽ 4 മാസമായി കുടിക്കാനും കുളിക്കാനും കുപ്പിവെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് നിരവധി കുടുംബങ്ങൾ. പ്രദേശത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനം രാസമാലിന്യം മണ്ണിൽ കുഴിച്ചിട്ടതാണ് കാരണം. സ്ഥാപനം വീണ്ടും തുറക്കാനുള്ള നീക്കത്തെ ചെറുക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇത് ഒരു ദിവസം 2 എണ്ണം വേണം, എന്നാലേ ആവുള്ളൂ. നേരം 170 140 ഉറുപ്പ്യയില്ലേ. എത്ര കാലം 4 മാസമായാലും ഇങ്ങനെ വെള്ളം മേടിക്കുന്നു. അവർക്ക് അതിൻ്റെ ഒന്നും ഒരു ഇതുമില്ല. അവരെ കാര്യം നടത്തുന്നു. ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് അവർ കുഴൽക്കിണർ അടിക്കുന്നവരെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർ വെക്കല്. ഇപ്പോൾ അവർ ആ കുഴൽക്കിണർ ആയാലും അവർക്കറിയാം വെള്ളം വെക്കാനാവില്ല എന്ന് അവർക്കറിയാം. എന്ന് വെച്ചാൽ അവിടെ പണിയെടുക്കുന്നവർക്ക് ചായ വെക്കണം. അപ്പോൾ അവർ ഇവിടുന്ന് കൊണ്ടുപോയി. ഒരു പ്രദേശത്തിൻ്റെ ആകെ വെള്ളം കൂടി മുട്ടിയിട്ട് മാസം 4 കഴിഞ്ഞു. കിണറുകളുണ്ടെങ്കിലും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥ. പയ്യന്നൂരിനടുത്ത് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലറ്റി സ്കീം ഫ്ലെക്സ് കമ്പനിക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കമ്പനിയിലെ രാസമാലിന്യം മണ്ണിൽ കുഴിച്ചിട്ടതോടെ മണ്ണും വെള്ളവും മലിനമായി. ഏകദേശം ഒരു 5-6 ടണ്ണോളം സാധനം കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് നീരുറവിയായി നമ്മളെ കിണറ്റിലേക്ക് വന്നതാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് പല അസുഖങ്ങളും, എൻ്റെ ചെറിയ മകനടക്കം സ്കിന്നിൻ്റെ പ്രശ്നങ്ങളടക്കം വന്നിരുന്നു. താഴെക്കുറുന്ത് പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കിണറുകളിൽ വെള്ള നിറത്തിൽ പെയിന്റ് പോലെയാണ് രാസമാലിന്യം കണ്ടു തുടങ്ങിയത്. കുടിവെള്ളം മുടങ്ങിയതോടെ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റി. ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടു തുടങ്ങി. സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റാതെ വാതിലടച്ചിട്ടാണ് പകൽ സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ നമ്മൾ കഴിയുന്നത്. അത് ഇതിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ കത്തിച്ചുകൊണ്ടുണ്ടാവുന്ന ദുർഗന്ധമാണെന്ന് സ്ഥാപന ഉടമ തന്നെ സമ്മതിച്ചപ്പോഴാണ് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ജനരോഷത്തെ തുടർന്ന് കുഴിച്ചിട്ട മാലിന്യങ്ങൾ പുറത്തെടുത്തു. സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോയും നൽകി. പക്ഷേ വീണ്ടും തുറക്കാനുള്ള നീക്കമാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. നമ്മൾ ഭയന്നു ആ വെള്ളം എടുത്തിട്ടില്ല. വാങ്ങി വെള്ളം പഞ്ചായത്ത് കൊണ്ടു തന്നു. മഴവെള്ളം മേലെ ശേഖരിച്ചുപയോഗിച്ചു. അങ്ങനെയെല്ലാം ഇതിനെ നേരിട്ടു. പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത്. നമുക്ക് പഞ്ചായത്ത് സൗജന്യം ചെയ്തു തന്നിരുന്നു, ഇപ്പോഴില്ല. അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ലൈസൻസിനുള്ള അനുമതി വാങ്ങിയതെന്നും നാട്ടുകാർ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നു. വെഡ്ഡിംഗ് കാർഡും തുണി ബാനർ പ്രിന്റിങ്ങുമാണ് അപേക്ഷയിൽ കാണിച്ചിരുന്നത്. നമ്മളെ ജീവൻ മരണ പോരാട്ടമായിട്ട് ഈ കമ്പനി അടച്ചുപൂട്ടാൻ തന്നെ അതിനെല്ലാം കൊണ്ടുവന്ന് സമരപരിപാടിയിലേക്ക് നീങ്ങാൻ ഇതാണ് നമ്മളെ ഭാഗത്തു നിന്നുള്ളത്. CPM ശക്തി കേന്ദ്രമാണ് പ്രദേശം. പാർട്ടി പ്രാദേശിക ഘടകം എതിർത്തിട്ടും സ്ഥാപനം വീണ്ടും തുറക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനമുണ്ടെന്നും സംശയിക്കുന്നുണ്ട്. മാലിന്യ പ്രശ്നമില്ലെന്ന വാദമാണ് സ്ഥാപന ഉടമയുടേത്. സ്ഥാപനം തുറന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.